ബി.ജെ.പിയുടെ ഉരുക്കുകോട്ടയെന്ന് അവർ വിശേഷിപ്പിക്കുന്ന ഗുജറാത്തിൽ കാര്യങ്ങൾ അത്ര രസകരമല്ല. അവിടെ ബി.ജെ.പിക്ക് ഉള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു അടി നടക്കുന്നുണ്ട്. അത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയും ചെയ്യുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. കേന്ദ്ര നേതൃത്വം കെട്ടിയിറക്കിയ പല സ്ഥാനാർത്ഥികളെയും ഗുജറാത്തിന്റെ നേതൃത്വം അംഗീകരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവരെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധവുമായി ബി.ജെ.പിക്കാർ തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ രണ്ട് സ്ഥാനാർത്ഥികളെ മാറ്റി പകരം പുതിയ രണ്ടുപേരെ കൊടുത്തു. അവരെയും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഈ പുതുമുഖങ്ങളെ ഒരു കാരണവശാലും ഈ മണ്ഡലത്തിൽ നിർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു ബി.ജെ.പിക്കാർ തന്നെ അവർ രണ്ടുപേരെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. ഇനി ഒരു കേന്ദ്രമന്ത്രി നിർത്താമെന്ന് കരുതി അദ്ദേഹത്തിന്റെ പേര് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ബി.ജെ.പിയുടെ ഉള്ളിൽ കിടങ്ങിക്കിടന്നിരുന്ന ആ ജാതീയത അത് പുറത്തു വന്ന് രണ്ട് ചേരിയിൽ നിന്ന് ബി.ജെ.പിക്കാർ തന്നെ തമ്മിൽ തല്ലുന്നതാണ് കണ്ടിരിക്കുന്നത്. ഒപ്പം കാലുമാറിയെത്തിയ കോൺഗ്രസ് നേതാക്കൾക്ക് ഗുജറാത്തിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കൂടി സീറ്റ് നൽകിയതോടെ അവിടെ അടി നന്നായി മൂത്തു തുടങ്ങി എന്ന് തന്നെ പറയണം. സാബർകാന്ത, രാജ്കോട്ട്, വഡോദര, വൽസാദ് ജില്ലകളിലെ സീറ്റുകളിൽ തുടങ്ങിയ തർക്കം പരിഹരിക്കാനാവാതെയാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം കുഴങ്ങിയിരിക്കുന്നത്. അതിനിടെ ജുനഗഡ്, ഗിർ സോംനാഥ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി രാജേഷ് ചുദസാമ എംപിക്കൊപ്പം മുൻ ജനസംഘം പ്രവർത്തകൻ സംസ്ഥാന പ്രസിഡന്റ് CR പാട്ടീലിന് എഴുതിയ കത്ത് കാര്യങ്ങൾ കുറച്ചുകൂടി വഷളാക്കുന്നുണ്ട്. സിറ്റിംഗ് എം പി വികസന കാര്യത്തിൽ വട്ടപൂജ്യമാണെന്നും കേന്ദ്ര സംസ്ഥാന പദ്ധതികളെ ഗുണഭോക്താക്കൾ കണ്ടെത്താൻ ചുദസാമയ്ക്ക് കഴിഞ്ഞില്ലെന്നുമായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ വ്യാപകമായി പ്രചരിക്കുന്ന കത്തിന്റെ ഒരു ഉള്ളടക്കമെന്ന് പറയുന്നത്. വഡോദരയിൽ പ്രവർത്തകരുടെ പ്രതിഷേധം ഭയന്ന് സിറ്റിംഗ് എം പി രഞ്ജൻ ബെൻഫട്ട് സ്ഥാനാർത്ഥിത്വത്തെ തുടർന്ന് പിന്മാറിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് അടുത്തിടെ മാത്രം ബി.ജെ.പിയിലെത്തിയ ഡോക്ടർ ഹേമാങ് ജോഷിക്ക് സീറ്റ് നൽകാനാണ് ധാരണയുണ്ടായത്. എന്നാൽ വനിതാ എം പിയെ മാറ്റി ജോഷിയെ സ്ഥാനാർത്ഥിയാക്കുന്നത് വനിതകളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും പല നേതാക്കളും പരസ്യമായി പറഞ്ഞുകൊണ്ട് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തിന്, അതായത് ഗുജറാത്ത് സംസ്ഥാന നേതൃത്വത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബി.ജെ.പിയുമായി ഇയാൾക്ക് ഒരു ബന്ധവുമില്ലെന്ന വിമർശനവും ശക്തമാകുകയാണ്. താൻ മത്സരിക്കുന്നതിനെ ആരും എതിർത്തിട്ടില്ല എന്നാണ് ജോഷി പക്ഷേ വാദിക്കുന്നത്. തർക്കം നിലനിൽക്കുന്ന സാബർകാന്തയിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പാട്ടീലിന്റെ വസതിയിൽ ഒരു നേതൃയോഗം ചേർന്നെങ്കിൽ പോലും ഫലമുണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ പ്രവർത്തകരെ കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും എന്നൊരു ആശങ്ക ഇപ്പം ബി.ജെ.പിയുടെ ഗുജറാത്ത് നേതൃത്വത്തിനുണ്ട് എന്നുള്ളതാണ് വസ്തുത. കോൺഗ്രസിൽ നിന്ന് കൂറുമാറി എത്തിയ നേതാവിന്റെ ഭാര്യ ശോഭന ബെൻ ബനയ്യരയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനുള്ള പ്രവർത്തകരുടെ പ്രതിഷേധം തണുപ്പിക്കാനും ഇതുവരെ ഗുജറാത്തിലെ ബി.ജെ.പി നേതൃത്വത്തിന് ആയിട്ടില്ല. ആഭ്യന്തരമന്ത്രി ഹർഷ് സാംഘവി സാബർകാന്തയിൽ ചെന്ന് ഇടപെട്ടിട്ടും പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. അതിനിടെ രാജ്പൂത് സമുദായത്തിനെതിരെ കേന്ദ്രമന്ത്രിയും രാജ്കോട്ടിലെ സ്ഥാനാർത്ഥിയുമായ പർഷോത്തം റുബാല നടത്തിയ പരാമർശങ്ങളും ഇപ്പോൾ ബി.ജെ.പിയുടെ ഗുജറാത്ത് ഘടകത്തിന് തലവേദനയായി മാറുകയാണ്. 2 തവണ റുബാലെ മാപ്പ് പറഞ്ഞിട്ടും റുബാലയെ സ്ഥാനാർത്ഥിയാക്കാൻ അനുവദിക്കില്ലെന്ന വാശിയിലാണ് രാജ്പൂത് സമുദായ നേതാക്കൾ. വിവാദ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് ഈ ക്ഷത്രിയ വിഭാഗത്തിന്റെ നേതാവ് രാജ് ഷെഖാവത്ത് ബി.ജെ.പിയിൽ നിന്ന് രാജിവെച്ചതും വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു. ഈ കർണി സേനയിലെ ദേശീയ അധ്യക്ഷൻ കൂടിയാണ് ഷെഖാവത്ത് എന്ന് പറയുമ്പോൾ ജാതിപരമായും അവിടെ ഉണ്ടായിരിക്കുന്ന വിവേചനങ്ങൾ കൂടി ഇപ്പോൾ ബി.ജെ.പിക്ക് തലവേദനയായി മാറിയിട്ടുണ്ട് എന്ന് മാത്രവുമല്ല, ഈ അംറേലി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി ബി.ജെ.പിക്കാർ തമ്മിൽ ഏറ്റുമുട്ടിയ കഥയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പരിക്കേറ്റ പ്രവർത്തകർ തന്നെ ആശുപത്രിയിൽ ചികിത്സ തുടരുന്നതിന്റെ വീഡിയോ തന്നെ അവർ തന്നെ പുറത്തുവിട്ടതോടുകൂടിയാണ് വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേതൃത്വം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയായ ഭരത് സുതാരിയെ അംഗീകരിക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവർത്തകർ തെരുവിലിറങ്ങി പരസ്പരം ഏറ്റുമുട്ടിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ സുതാരിയെ മത്സരിപ്പിക്കുന്നതിനെതിരെ നിലവിലെ എം പി നരൻഭായ് കച്ചാടിയുടെ അനുകൂലികൾ രംഗത്ത് വന്നിരുന്നു. എന്നാൽ പ്രദേശത്തെ MLA കൗശിക് ബൈഗാരിയ സുതാരിക്കായി വാദിച്ചതോടെയാണ് അവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഗുജറാത്തിലെ പ്രശ്നങ്ങൾ വളരെ സീരിയസ് ആണ്. അതായത് ജാതിപരമായ ആക്ഷേപം നടത്തുന്ന ആളുകളെ സ്ഥാനാർത്ഥികളാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു നിലപാട് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ വനിതാ സ്ഥാനാർത്ഥിയെ മാറ്റാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു വാദം അവിടെ നിലനിൽക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ബി.ജെ.പി നേതൃത്വം പറയുന്ന ആളുകളെ ഒരു കാരണവശാലും സ്ഥാനാർത്ഥിയാക്കാൻ പറ്റില്ല എന്ന വാദം നിൽക്കുന്നുണ്ട്. അങ്ങനെ ആകെ ബി.ജെ.പിക്കുള്ളിൽ വലിയ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗുജറാത്തിൽ. അതിനിടയിലാണ് മോദി പറയുന്നത് ഗുജറാത്തിൽ നിന്നുള്ള എല്ലാ സീറ്റും ഇത്തവണ നേടിയെടുക്കും എന്നുള്ള കാര്യം. പക്ഷേ ഈ തലവേദന എങ്ങനെ കുറയ്ക്കും എന്നതിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ബി.ജെ.പി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പുതിയ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ അവരെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിറ്റിംഗ് എം പിമാരും അവരുടെ അനുയായികളും രംഗത്തിറങ്ങുകയും പിന്നീട് ബി.ജെ.പി ഓഫീസിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു സ്ഥിര കാഴ്ചയായി ഗുജറാത്തിൽ ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ താഴെത്തട്ടിലെ അണികൾക്കിടയിൽ വാട്സപ്പിലൂടെ വലിയ രീതിയിലുള്ള പ്രചാരണവും നടക്കുന്നുണ്ട് ബി.ജെ.പി സ്ഥാനാർത്ഥികൾക്കെതിരെ തന്നെ. ഇതൊക്കെ തന്നെ ബി.ജെ.പിയുടെ ഗുജറാത്ത് ഘടകത്തിന് വലിയ തലവേദനയായി മാറുന്നു എന്ന് മാത്രമല്ല, മോദി ഇത്തവണ ഗുജറാത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ പൂർണ്ണമായും സീറ്റുകൾ നേടിയെടുക്കുക എന്ന ചോദ്യവും വളരെ പ്രസക്തമായി നിൽക്കുകയാണ്.